അതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ എന്റെ പ്രോഗ്രാം അനുവദിക്കുന്നില്ല. ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെക്കാലമായി പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്തയാണിത്. ഇതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാം. 1. അജ്മൽ കസബിന് വേണ്ടി തൃക്കക്കരയിൽ മയ്യിത്ത് നിസ്കാരം നടന്നു എന്ന പ്രചാരണം. വസ്തുത: 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ 2012 നവംബർ 21 പൂനെയിലെ യർവാദ ജയിലിൽ തൂക്കിലേറ്റിയത്. തുടർന്ന് ജയിൽ വളപ്പിൽ തന്നെയാണ് കസബിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഈ സമയത്തോ അതിനുശേഷമോ എറണാകുളം തൃക്കക്കരയിലുള്ള ഒരു പള്ളിയിലും കസബിനു വേണ്ടി മയ്യിത്ത് നിസ്കാരം ആബ്സെന്റി ഫ്യൂണറൽ പ്രയർ നടന്നിട്ടില്ല. ഇത്തരമൊരു പ്രചാരണം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ്. 2. ഒസാമ ബിൻ ലാദനു വേണ്ടി ചാത്തമംഗലത്ത് മയ്യിത്ത് നിസ്കാരം നടന്നു എന്ന പ്രചാരണം. വസ്തുത: അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദൻ 2011 മെയ് 2 കൊല്ലപ്പെടുന്നത്. ലാദൻ കൊല്ലപ്പെട്ടതിനു പിന്നാലെ കോഴിക്കോട് ചാത്തമംഗലത്ത് ചില വ്യക്തികൾ മയ്യിത്ത് നിസ്കാരം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ പള്ളിയുമായി ഇതിന് ബന്ധമില്ല. ചാത്തമംഗലത്തുള്ള ഒരു പള്ളിയിലും ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പള്ളി കമ്മിറ്റിയോ അധികൃതരോ ഇതിന് കൂട്ടുനിന്നിട്ടുമില്ല. ഏതാനും വ്യക്തികൾ വ്യക്തിപരമായ താൽപര്യത്തിൽ പള്ളിക്ക് പുറത്തുവെച്ച് നടത്തിയ ഈ നീക്കത്തെ അന്ന് തന്നെ പ്രാദേശിക മഹല്ല് കമ്മിറ്റിയും പ്രദേശവാസികളും ശക്തമായി എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരുന്നു. തീരുമാനം: കൂടുതൽ കേരളത്തിലെ പ്രശസ്ത സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ചിത്രം വെച്ച് പ്രചരിക്കുന്ന ഈ പോസ്റ്റർ വ്യാജമാണ്. രാഷ്ട്രീയ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പടച്ചുവിട്ട ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ വിശ്വസിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്.